മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുത്ത രീതിക്കെതിരെ പ്രതിഷേധം ശക്തമായി. കേന്ദ്ര നീക്കത്തിനെതിരായ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് നിയമനം നടത്തിയതെന്ന് പ്രശാന്ത് ഭൂഷൺ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. തിടുക്കത്തിൽ നടത്തിയ നിയമനമെന്നാണ് കോൺഗ്രസും സിപിഎമ്മും പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന പ്രക്രിയ ചോദ്യം ചെയ്ത ഹർജി നാളെ പരിഗണിക്കാനിരിക്കെ ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയത് നിയമവ്യവസ്ഥയെ പരിഹസിക്കലാണെന്ന് പ്രശാന്ത് ഭൂഷൺ സുപ്രീംകോടതിയിൽ പറഞ്ഞു. നിയമന വ്യവസ്ഥ സുതാര്യവും നിഷ്പക്ഷമാക്കുന്നതിനു വേണ്ടിയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഈ ഉത്തരവ് പ്രത്യേക നിയമം പാസാക്കി മറികടക്കുകയാണ് കേന്ദ്രം ചെയ്തത്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരെ കൂടാതെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രി എന്നാക്കുകയായിരുന്നു. ഹർജി നാളെ ആദ്യം പരിഗണിക്കണമെന്ന പ്രശാന്ത് ഭൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. മോദിയും അമിത്ഷായും ചേർന്ന് ഏകപക്ഷീയമായ തീരുമാനമാണ് നടപ്പിലാക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ പറഞ്ഞ വളരെ ന്യായമായ കാര്യം, ജെന്യൂൻ ആയിട്ടുള്ള കാര്യം, അത് തീരുമാനമാകുന്നത് വരെ ഈ നിയമനം മാറ്റിവെക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉണ്ട്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് അവര് തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. ഭരണഘടനാ തത്വങ്ങളെ നരേന്ദ്രമോദി കാറ്റിൽ പറത്തുകയാണെന്ന് സിപിഎം വ്യക്തമാക്കി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭാരതീയ ജനതാ പാർട്ടി അവരുടെ ഏജൻസികളാക്കി മാറ്റുന്നു. ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. കോടതി ഹർജി പരിഗണിക്കുന്നതുവരെ നിയമനം മാറ്റിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം തള്ളിയാണ് ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത്. മീഡിയ 1, ഡൽഹി.